ലേണിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് മീനിങ് ഫുൾ ലേണിംഗ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഈ മീനിങ് ഫുൾ ലേണിങ്ങും ആക്റ്റീവ് ലേണിംഗ് ഒക്കെ ഒന്ന് തന്നെയല്ലേ, എന്താ അപ്പം അതിൽ ഇത്ര വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. The concept of active learning was first introduced by R.W. Ravens. The learning process in which students get directly involved and learn by experience is called active learning. എന്താണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ R.W. റേവൻസ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. സോ അദ്ദേഹം എന്താ പറയുന്നത്, നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാളും ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാളും ഒക്കെ എഫക്റ്റീവായിട്ടുള്ളത് എന്താണ്, കുട്ടി അത് ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. പറഞ്ഞു പഠിക്കുന്നതിനേക്കാളും എഴുതി പഠിക്കുന്നതിനേക്കാളും മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാളൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി അത് എഫക്റ്റീവായിട്ട് വരുന്നത് എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിങ്ങിൽ പറയുന്നത്. Then students involve themselves in a meaningful learning activities and think about what they are doing and find their answers. അപ്പോൾ എന്താണ് ശരിക്കും ഈ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ലേണിംഗ് ആവശ്യമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, കുട്ടികൾക്ക് ഒരു കാര്യം, ഒരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കും. ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടും എന്തൊക്കെയാണ് കുട്ടി പഠിച്ചത് എന്നുള്ളത് നോക്കിയിട്ടൊക്കെയാണ് ഈ ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ദെൻ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസും, അതായത് ഈ ഓരോ പ്രിൻസിപ്പിൾസും പിന്നെ അതേപോലെ തന്നെ ഇംപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന സൂചനകൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾ എങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ നമുക്കിത് പ്രാക്ടിക്കലി ചെയ്യാം എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻ്റ് ആണ്. നിങ്ങൾ ഈ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് പോകേണ്ട കാര്യം എന്താ അറിയോ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എൻഗേജ്മെൻ്റ് ആണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ ചെയ്യാൻ പറ്റുക, അതിൻ്റെ സൂചന എന്താണ് നോക്കി നോക്കാം. ലേണേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ് വിച്ച് എൻഹാൻസസ് റിട്ടൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആക്ടിവിറ്റീസ് ലൈക്ക് ഡിസ്കഷൻസ്, ഗ്രൂപ്പ് വർക്ക് ആൻഡ് ഹാൻഡ്സ് ഓൺ പ്രോജക്ട്സ് ഫോസ്റ്റർ ഡീപ്പർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് എൻഗേജ്മെൻ്റ് ആണ് പറയുന്നത്, അതായത് ഒരു കുട്ടി എത്രമാത്രം അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ചിലത് ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും ഇൻവോൾവ് ആവണമെന്നില്ല, മിണ്ടാതിരിക്കുന്ന കുട്ടികളും ഉണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും എൻഗേജ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് അവിടെ ആ ഒരു നല്ലൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുള്ളൂ. സോ എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാബറേഷൻ, അതായത് അതിൻ്റെ ഇംപ്ലിക്കേഷനായിട്ട് പറയുന്നത് നോക്കിക്കേ. ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് എൻകറേജസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. കൊളാബറേറ്റീവ് ടാസ്ക് ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ലേണിംഗ് ലീഡിംഗ് ടു എ റിച്ചർ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. നമ്മൾ പറയും ഒരു കുട്ടി ജസ്റ്റ് ഒരു നോളേജ് അക്വയർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചൊരു സാമൂഹിക മൂല്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ. നമ്മളൊരു സോഷ്യലി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വിവരം അല്ലെങ്കിൽ ബുദ്ധി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. സോ ഇവിടെ നമ്മൾ ഈ ആക്റ്റീവ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൊളാബറേഷനാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹായിച്ച് നമ്മുടെ ഐഡിയാസും എക്സ്പീരിയൻസസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് നമ്മുടെ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്. ആക്റ്റീവ് ലേണിംഗ് റിക്വയേഴ്സ് ലേണേഴ്സ് ടു അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് സിന്തസൈസ് ഇൻഫർമേഷൻ. This cultivates higher order thinking skills and prepares students for real world problem solving. അപ്പോൾ എന്താ നമ്മുടെ മീനിങ് ഫുൾ ലേണിംഗ് പോലെ തന്നെ ആക്റ്റീവ് ലേണിംഗും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഫോസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്താ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഇൻഫോർമേഷനെ അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സിന്തസൈസ് ചെയ്ത് അതായത് മനസ്സിലാക്കി പഠിക്കുന്നത് കൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ ഫീഡ്ബാക്ക്, ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നോക്കിക്കേ, പ്രൊവൈഡിങ് ആൻഡ് റിസീവിങ് ഫീഡ്ബാക്ക് ഡ്യൂറിങ് ആക്റ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസ് helps learners refine their understanding and skill.
ടൈംലി ഫീഡ്ബാക്ക് സപ്പോർട്ട്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഗ്രോത്ത്. അപ്പോൾ എന്താ, കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി ഇരുത്തിയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്താൽ മാത്രം പോരാ, അവർ ചെയ്തത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വീണ്ടും നല്ല രീതിയിൽ അതിനെ മികച്ചതാക്കാം, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അത്തരത്തിലുള്ള എന്താ പറയുക, ടൈംലി ഫീഡ്ബാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ. Learning is enhanced when concepts are applied to real life situation. This principle encourages students to make connection between theory and practice, improving retention and relevance. അതായത് പഠിച്ച കാര്യം എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയാതെ ഒരു കുട്ടി അത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത്, ആക്റ്റീവ്ലി അവരിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ കുട്ടി അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ നമ്മൾ അതിനെ യൂസ് ചെയ്യണം എന്നെല്ലാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫുമായിട്ട് അവർക്ക് നമ്മൾ പഠിച്ച കാര്യത്തിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുള്ളൂ.